നമ്മളുടെ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വെൽത്ത് ബിൽഡ് ചെയ്യാനും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമ്മളൊരു ലാസ്റ്റ് 2-3 വീഡിയോസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. ആ വീഡിയോസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഏത് അസറ്റ് ക്ലാസസിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് എത്ര റിട്ടേൺ കിട്ടും, അതിൽ എത്ര റിസ്ക് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. വെൽക്കം ടു ദ ചാനൽ ഗൈസ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാ ഇൻവെസ്റ്റ്മെന്റ്സിനും അതിൻ്റെതായ റിസ്ക്കും ഉണ്ട്, റിവാർഡും ഉണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളെ പോലെ തന്നെ നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കുകയാണെങ്കിലാണ് നമുക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടുന്നത്. ഇത് ഇൻവെസ്റ്റ്മെന്റ്സിന്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ തന്നെയാണ്. പക്ഷെ എപ്പോഴും അല്ല, അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ മേജർ ആയിട്ട് ഉള്ളൊരു 6 തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യത്തെ ഇതിലേക്ക് വരാം, റിയൽ എസ്റ്റേറ്റ്. അപ്പൊ റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഇപ്പൊ റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിലും ഇത് ഒരു അസറ്റ് ആണ്. ഈ അസറ്റിൽ നിന്ന് നമുക്ക് ക്യാപിറ്റൽ അപ്രീസിയേഷനും കിട്ടും. അതായത് ആ സ്ഥലത്തിന്റെ തന്നെ, അല്ലെങ്കിൽ ഇപ്പൊ വീടാകാം, ബിൽഡിംഗ് ആവാം, ആ പ്ലോട്ട് ആവാം, അതിന്റെ തന്നെ വില കൂടി വരും. ഇതിനാണ് ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്കൊരു ഇൻകവും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. റെന്റൽ ഇൻകം ആയിട്ട് നമ്മൾ വീടാണെങ്കിൽ വീട് റെന്റിന് കൊടുത്താലുള്ള റെന്റൽ ഇൻകം കിട്ടും. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ കൊമേഴ്ഷ്യൽ സ്പേസ് നമ്മൾ റെന്റിന് കൊടുക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള റെന്റൽ ഇൻകവും നമുക്ക് കിട്ടും. ഹിസ്റ്റോറിക്കലി ഇതിന്റെ ഒരു റിട്ടേൺസ് എത്രയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഹൗസ് പ്രൈസ് ഇൻഡെക്സ് റിലീസ് ചെയ്തപ്പോൾ അവർ കമ്പയർ ചെയ്തത് ലാസ്റ്റ് 10 ഇയേഴ്സ് 2010 മുതൽ 2020 വരെയുള്ള ഇന്ത്യയിലെ തന്നെ പല മേജർ ആയിട്ടുള്ള സിറ്റീസിലും അവിടുത്തെ ഹൗസിംഗ് പ്രൈസസിന്റെ ഡേറ്റ വെച്ചാണ് ഈ ഒരു റിപ്പോർട്ട് അവർ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതിൽ നമുക്ക് കാണാം, ഈ ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ നിന്ന്, റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റിൽ നമ്മുടെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ വന്നിരിക്കുന്നത് 11.6% പെർ ഇയർ ആണ് ആവറേജ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പല സിറ്റീസും പല രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അതായത് നമുക്കിപ്പോ കാണുകയാണെങ്കിൽ ലക്നൗ ആണ് ഏറ്റവും അധികമായിട്ട് പെർഫോം ചെയ്തത്. ലക്നൌയുടെ ആവറേജ് 16.1% പെർ ഇയർ ആണ്. അത് കഴിഞ്ഞ് കൊൽക്കട്ടയാണ് 13.3% ആണ് വന്നിരിക്കുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ. ജയ്പൂരിലാണ് ഏറ്റവും കുറഞ്ഞുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ വന്നിരിക്കുന്നത്. അതായത് 6.1% പെർ ഇയർ ആണ് ആവറേജ് ഗ്രോത്ത് വന്നിരിക്കുന്നത്. സോ ഇതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും അധികം ഗ്രോത്ത് വന്നിരിക്കുന്നത് 2010 മുതൽ 2015 വരെയുള്ള ടൈമിലാണ്. ഈ 2015 തൊട്ട് 2020 വരെ ഈ ഹൗസിംഗ് മാർക്കറ്റിന്റെ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്നത് 5.5% പെർ ഇയറേ ഉള്ളൂ. കഴിഞ്ഞൊരു 10 ഇയേഴ്സ് ആയിട്ട് റിട്ടേൺസ് താന്ന് വരികയാണ് നമുക്ക് കാണാം. എന്നാൽ നമ്മൾ ഇതിൽ നോക്കേണ്ടത്, ഇത് നമുക്കൊരു ആബ്സല്യൂട്ട് റിട്ടേൺസ് ആണോ എന്നുള്ളതാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ കോസ്റ്റുകൾ അസോസിയേറ്റഡ് ആണ്. ഇപ്പൊ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ നമ്മളത് റെന്റിന് കൊടുത്തിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ പ്രോപ്പർട്ടി മേടിക്കുന്ന സമയത്ത് നമ്മളൊരു ടാക്സ് നമ്മൾ കൊടുക്കേണ്ടി വരും. അതേപോലെ ഇതിന് മെയിൻ്റനൻസ് ഉണ്ട്. റെന്റിന് ഇപ്പം ആൾക്കാർ മാറുകയാണെങ്കിൽ കുറച്ച് മാസങ്ങൾ റെന്റ് കിട്ടാതെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ മെയിൻ്റനൻസ്, ഒരു ഡേ ടു ഡേ, ഒരു മന്ത്ലി ബേസിസ് തന്നെ മെയിൻ്റനൻസ് വർക്കുകൾ ചിലപ്പം വന്നേക്കാം പ്രോപ്പർട്ടി ആകുമ്പോൾ. അപ്പം ഇതെല്ലാം ഈ റിയൽ എസ്റ്റേറ്റിൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള പലതരം കോസ്റ്റുകളാണ്. റെന്റൽ ഈൽഡും അതിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷനും നോക്കിയാൽ തന്നെ അതിൽ നിന്ന് ബാക്കി കോസ്റ്റുകളൊക്കെ ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു ഏകദേശം ഒരു നെറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 8% ഒക്കെ ആയിരിക്കാം. നമുക്ക് രണ്ടാമത് വരുന്നതാണ് ഫിക്സ്ഡ് റിട്ടേൺസ് കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സ്. ഇപ്പൊ നമ്മൾ ഫിക്സ്ഡ് റിട്ടേൺസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇത്ര ടേമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പാണ് ഇത്ര ശതമാനം തന്നെ നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് റിട്ടേൺസ് കിട്ടുമെന്നുള്ളത്. ഇതിൽ ഏറ്റവും നല്ല എക്സാമ്പിൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്. നമ്മൾ ബാങ്കിൽ ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 4 to 6% നമുക്ക് ഇയർലി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ഗ്യാരണ്ടീഡ് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് നമ്മൾ ബോൺസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമുക്ക് ഗവൺമെന്റിന്റെ ബോൺസ് ഉണ്ട്, കോർപ്പറേറ്റ്സിന്റെ ബോൺസ് ഉണ്ട്, പബ്ലിക് കമ്പനീസ്, അത് ഗവൺമെന്റിന്റെ തന്നെ കമ്പനീസിന്റെ ബോൺസ് ഉണ്ട്. അപ്പം ഇതിലേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ബോൺസിലാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 8 to 9% ഒക്കെ നമുക്ക് ഇൻട്രസ്റ്റ് നമുക്ക് ബോൺസിൽ നിന്ന് കിട്ടും. അപ്പോൾ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ആയിരിക്കും നമുക്ക് ബോൺസിൽ നിന്ന് കിട്ടുന്നത്. നമ്മൾ മൂന്നാമതായി നോക്കുന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിലെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ പാസീവ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അതായത് നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പോലുള്ള ഒരു മാർക്കറ്റ് ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിലോ
അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിലോ നമുക്ക് പാസീവ്ലി ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് ആ മാർക്കറ്റ് ഇൻഡെക്സ് എത്രയാണോ റിട്ടേൺ തരുന്നത് ഏകദേശം സിമിലർ റിട്ടേൺസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ്സിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ ആക്റ്റീവ്ലി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആക്റ്റീവ്ലി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തന്നെയാണ് ആ കമ്പനിയെ പറ്റി പഠിച്ച് നമ്മൾ തന്നെയാണ് ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് അതിൻ്റെതായ റിസ്ക് കൂടുതലാണ്. എന്നാൽ ആ റിസ്ക് കൂടുതലാവുന്നത് പോലെ തന്നെ റിട്ടേൺസും കൂടുതലാകാം എന്നാണ് ഓൺ പേപ്പർ. ടെക്നിക്കലി അങ്ങനെയാണ്. എന്നാൽ തന്നെ പല ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും, അതായത് നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിനും, അത് മാത്രമല്ല ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്ന വലിയ വലിയ മ്യൂച്വൽ ഫണ്ട്സിന്റെയും അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന്റെ ഫണ്ട് മാനേജേഴ്സിനും നമ്മളുടെ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ്, അതായത് മാർക്കറ്റ് ഇൻഡെക്സിന്റെ റിട്ടേൺസിനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഒരു 85% ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സിന് ഒരു നോർമൽ, അതായത് നമ്മുടെ നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പോലുള്ള ഒരു മാർക്കറ്റ് ട്രാക്കിംഗ് ഇൻഡെക്സിന്റെ റിട്ടേൺസിനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ ആക്റ്റീവ്ലി ഡയറക്ട്ലി സ്റ്റോക്സ് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലാണ് നമ്മൾ നോക്കുന്നെങ്കിൽ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഫണ്ടമെന്റൽ അനാലിസിസ് ഒത്തിരി അധികം ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ റിസ്ക് അതേപോലെ കൂടുതലാണ്, എന്നാൽ റിട്ടേൺസും അതേപോലെ കൂടുതലാണ്. പക്ഷെ പാസീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ആണെങ്കിൽ, പാസീവ് ഇൻവെസ്റ്റിംഗ് സ്ട്രാറ്റജി ആണെങ്കിൽ, നമുക്ക് നമ്മുടെ മാർക്കറ്റ് മൂവ് ചെയ്യുന്ന ഇതനുസരിച്ച് തന്നെ നമുക്ക് ആ സിമിലർ റിട്ടേൺസ് തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. നമ്മളിനി നിഫ്റ്റിയുടെ ലാസ്റ്റ് ഒരു 20 ഇയേഴ്സിന്റെ റിട്ടേൺസ് നോക്കുവാണെങ്കിൽ നമുക്ക് 14.5% ഇയർ ഓൺ ഇയർ CAGR ഉണ്ട്. എന്നാൽ നമ്മൾ ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് നോക്കുവാണെങ്കിൽ 13% CAGR ഉണ്ട് നിഫ്റ്റിയിൽ തന്നെ. ഇപ്പൊ ഒരു മാർക്കറ്റ് ട്രാക്കിംഗ് ഇൻഡെക്സ് ആയ നിഫ്റ്റിയിൽ തന്നെ 13% ഗ്രോത്ത് ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരു അസറ്റ് ക്ലാസസിന് നോക്കിയാലും ലാസ്റ്റ് ഒരു 10, 20, 30 ഇയേഴ്സ് നോക്കിയാലും സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള റിട്ടേൺസിനെ ബീറ്റ് ചെയ്യാൻ വേറൊരു അസറ്റ് ക്ലാസസിനും ഇതുവരെയായിട്ട് പറ്റിയിട്ടില്ല. അതിപ്പോ നമ്മൾ റിയൽ എസ്റ്റേറ്റ് നോക്കിയാലും അങ്ങനെ തന്നെയാണ്, ഗോൾഡ് നോക്കിയാലും അങ്ങനെയാണ്. ഏത് തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കിയാലും മാർക്കറ്റ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റിട്ടേൺസിനെ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറഞ്ഞാൽ ഇന്ത്യ പോലൊരു കൺട്രിയിൽ തന്നെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഷെയർസ് മേടിക്കുമ്പോൾ നമ്മൾ ആ ഓരോ കമ്പനീസിന്റെ പാർഷ്യൽ ഓണേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റൈറ്റ്? അപ്പോൾ നമ്മുടെ എൻറ്റയർ കൺട്രിയുടെ എക്കോണമി ഗ്രോ ചെയ്യുന്ന അനുസരിച്ച് അതിന്റെ ബിസിനസ്സുകളും വളർന്നു വരും. അങ്ങനെ ഒരു ഗ്രോയിങ് എക്കോണമിയിൽ നമ്മൾ കമ്പനിയുടെ ഷെയർസ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം റിട്ടേൺസ് കിട്ടുന്നത്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമിയാണ് ഇന്ത്യയുടേത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രിയിലെ ബിസിനസ്സുകൾ വളരാനും ഈ ബിസിനസ്സുകൾ വളരുന്നത് കൊണ്ട് തന്നെ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും ഹയർ റിട്ടേൺസും കൊടുക്കാനുള്ള പോസിബിലിറ്റിയാണ് ഇനി ഒരു 5 അല്ലെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 20, 30 വർഷത്തേക്കും സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണുന്നത്. പല തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് ഇനി ഈ ചാനലിൽ ഉണ്ടാവും. അതൊന്നും തന്നെ മിസ് ചെയ്യാതിരിക്കുക. ഗോൾഡും സിൽവറും ഒക്കെ മേജർ ആയിട്ട് വരുന്ന കൊമോഡിറ്റീസ് ആണ് അടുത്ത ഇൻവെസ്റ്റ്മെന്റ്. ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ താല്പര്യമുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ പേരൻസ് ആണെങ്കിലും മലയാളികൾക്കും നമ്മൾ ഇന്ത്യക്കാർക്കും ഒക്കെ ഗോൾഡിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. കാരണം ഗോൾഡ് വളരെ ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ പണ്ട് കാലം മുതൽ തന്നെ ഗോൾഡ് വളരെ അധികം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് തന്നിട്ടുള്ള ഒരു അസറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു 10 ഇയേഴ്സ് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഏകദേശം ഒരു 6 to 8% ആണ് ഇയർ ഓൺ ഇയർ റിട്ടേൺസ് തന്നിരിക്കുന്നത്. എപ്പോഴും ഗോൾഡിന്റെ വാല്യൂ മുകളിലോട്ട് പോകും എന്നൊന്നുമില്ല. ഗോൾഡും ഇടയ്ക്ക് ഫ്ലക്ച്വേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഗോൾഡ് എപ്പോഴും നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഉള്ളത് നല്ലതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിന് എന്തെങ്കിലും ഒരു ചെറിയ ഇത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്രാഷ് വരുമ്പോൾ എപ്പോഴും ഗോൾഡ് കൂടുതലായിട്ട് പെർഫോം ചെയ്യും. ഇതിൽ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഫണ്ട്സ് വേറെ പല അസറ്റ്സിലേക്കും ആണ് മൂവ് ചെയ്യുന്നത്. അതിൽ ശക്തമായുള്ള ഒരെണ്ണം ഗോൾഡ് ആണ്. അങ്ങനെ മാർക്കറ്റ് ക്രാഷ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റിലുള്ള കുറെ ഫണ്ട്സ് ഗോൾഡിലേക്ക് മൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗോൾഡ് ആ ടൈമിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഇത്ര ഒരു ശതമാനം ഗോൾഡ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം മാർക്കറ്റ് താഴ്ന്ന സമയത്ത് ഈ ഗോൾഡിനുള്ള വാല്യൂ കൂടാൻ ചാൻസ് ഉണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആക്ച്വലി ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജി കൂടിയാണ്. പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ജൂവലറി മേടിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. കാരണം ജൂവലറി മേടിച്ച് വെക്കുന്നതാണ് ഗോൾഡിലെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും ബാഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു രീതി. കാരണം നമ്മൾ ജൂവലറി മേടിക്കുമ്പോൾ അതിന് ടാക്സ് ഉണ്ട്, പണിക്കൂലി ഉണ്ട്,
അങ്ങനെ പലതരത്തിലുള്ള എക്സ്പെൻസുകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഗോൾഡ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് ആയിട്ട് നമുക്ക് മേടിക്കാനായിട്ട് പറ്റും. ഇപ്പം പല ആപ്സുകളിലും നമുക്ക് ഡിജിറ്റൽ ഗോൾഡ് നമുക്ക് മേടിച്ച് നമുക്ക് വെക്കാനായിട്ട് പറ്റും. പിന്നുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്തെന്ന് പറഞ്ഞാൽ സോവറിൻ ഗോൾഡ് ബോൺസ് മേടിക്കുന്നത്, അതായത് ഗവൺമെന്റിന്റെ ഗോൾഡ് ബോൺസ് ആണ്. ഇതിൽ ഒരു സർട്ടൺ പീരീഡിലേക്ക്, ഒരു സർട്ടൺ ടേമിലേക്കായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. നമുക്ക് ഗോൾഡിന്റെ അപ്രീസിയേഷൻ, അതായത് പ്രൈസ് അപ്രീസിയേഷൻ ഉള്ള ആ വാല്യൂം കിട്ടും. അതേപോലെ തന്നെ 2.5% ആ നമ്മുടെ വാല്യൂന്റെ 2.5% ഇയർലി നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ടും കിട്ടും ഈ ബോണ്ടിൽ നിന്ന്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സോവറിൻ ഗോൾഡ് ബോണ്ട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അടുത്ത് വരുന്നതാണ് ക്രിപ്റ്റോ കറൻസീസ്. ക്രിപ്റ്റോ കറൻസീസ് എല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ അതിന് അതിൻ്റെതായ കാരണമുണ്ട്. കാരണം ലാസ്റ്റ് 10 yearsൽ ഏറ്റവും അധികം പെർഫോം ചെയ്തിട്ടുള്ള അസറ്റ് ക്ലാസ് ആണ് ക്രിപ്റ്റോ കറൻസി. അത് മാത്രമല്ല, ഹിസ്റ്റോറിക്കലി ലോകത്തിൽ തന്നെ ഏറ്റവും അധികം പെർഫോം ചെയ്തിട്ടുള്ള ഒരു അസറ്റ് ക്ലാസ് ആണ് ക്രിപ്റ്റോ കറൻസി ആസ് ഓഫ് നൗ. കഴിഞ്ഞ 10 വർഷത്തിൽ ഓരോ വർഷവും നമുക്ക് 130% ആവറേജ് റിട്ടേൺസ് ആണ് നമുക്ക് ബിറ്റ് കോയിൻ തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. പക്ഷെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാ ക്യാഷും കൊണ്ട് ഈ ബിറ്റ് കോയിനിൽ ഇടുകയാണോ വേണ്ടത്? അല്ല. കാരണം ഇതിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. വളരെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്രിപ്റ്റോ കറൻസീസ് ഇൻ ജനറൽ. വൈ? ബിക്കോസ് നമ്മൾക്ക് ആർക്കും തന്നെ ഇപ്പോഴും അറിയില്ല എന്തൊക്കെ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് ബിറ്റ് കോയിനും അല്ലെങ്കിൽ ഇത്തീരത്തിനും അല്ലെങ്കിൽ നമ്മുടെ പോളിഗോണും അങ്ങനെ പല ക്രിപ്റ്റോ കറൻസീസ് എങ്ങനെയായിരിക്കും ഇനി ഭാവിയിൽ വരിക എന്നൊന്നും അറിയില്ല. ഇപ്പം ബിറ്റ് കോയിൻ നോർമൽ ക്യാഷ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ മാത്രമായിരിക്കുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ നമ്മൾക്ക് ഇപ്പോഴും അറിയത്തില്ല. നമുക്കിത് പ്രെഡിക്റ്റ് ചെയ്യാനും പാടാണ്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരു ക്രിപ്റ്റോ കറൻസി ബിലീവറാണ്. അതായത് അണ്ടർലൈൻ ടെക്നോളജി ആയ ബ്ലോക്ക് ചെയിൻ, ആ ടെക്നോളജി കൊണ്ട് ഒത്തിരി അധികം ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നും ഇത് ഭാവിയിൽ വലിയൊരു ഇതാകുമെന്നും എനിക്ക് ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഒരു പാർട്ട് ക്രിപ്റ്റോ കറൻസി ആണ്. പക്ഷേ ഞാൻ ഒരിക്കലും എൻ്റെ ടോട്ടൽ പോർട്ട്ഫോളിയോയിൽ 10% മുകളിലേക്ക് ഞാൻ ക്രിപ്റ്റോസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതെന്റെ ഒരു പേഴ്സണൽ അണ്ടർസ്റ്റാൻഡിംഗിൽ ഞാൻ അത് ചൂസ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങൾ തന്നെ ഇത് പഠിക്കുക, നിങ്ങൾ തന്നെ ഇത് മനസ്സിലാക്കുക, എന്നിട്ട് ചൂസ് ചെയ്യുക നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ശതമാനം ആയിരിക്കണം ക്രിപ്റ്റോ കറൻസി എന്നുള്ളത്. എൻ്റെ ഒരു സജഷനിൽ ഒരു 10% അല്ലെങ്കിൽ ഒരു 20% മുകളിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ബിക്കോസ് ഇറ്റ്സ് റിസ്കി, റൈറ്റ്? ആറാമതായുള്ളത് ബിസിനസ്സസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു ബിസിനസ്സിലാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പിൽ ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ടാവാം. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സ്റ്റാർട്ടപ്പിൽ ഏഞ്ചൽ ഇൻവെസ്റ്റർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്നാൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ തന്നെ ആക്റ്റീവ്ലി ആ ബിസിനസ് ഗ്രോ ചെയ്ത് പോകുന്നത് വളരെ അധികം നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. കാരണം നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പണവും നമ്മളുടെ സമയവും നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ ബിസിനസ് നമ്മൾ ഗ്രോ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ആവും. എന്നാൽ ആ ബിസിനസിന്റെ തന്നെ വാല്യൂ കൂടി വരികയാണ്. എസ്പെഷ്യലി അതൊരു സ്കെയിലബിൾ ബിസിനസ് ആണെങ്കിൽ. പല സ്റ്റാർട്ടപ്സുകളും ഫണ്ട് റേസ് ചെയ്യുമ്പോൾ ഇത്ര $1 million വാല്യൂഷൻ, ഇത്ര ബില്യൺ അല്ലെങ്കിൽ $1 billion വാല്യൂഷൻ, $2 billion വാല്യൂഷൻ, ഇങ്ങനെയൊക്കെ നിങ്ങൾ പല ന്യൂസുകളിലും കണ്ടിട്ടുണ്ടാവും. ആ സ്റ്റാർട്ടപ്പിന്റെ ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ അത് തുടങ്ങിയിട്ടുള്ള ആളുടെ ഷെയർ എത്രയാണോ അതനുസരിച്ച്, ഇപ്പം നിങ്ങൾ അതിന്റെ 100% ഓണർ ആണെങ്കിൽ ആ സ്റ്റാർട്ടപ്പിന്റെ, ഇത് ഇത്ര $1 million വാല്യൂ ചെയ്യുമ്പോൾ നിങ്ങളുടെ അസറ്റിന്റെ വാല്യൂ അത്രയും ഉണ്ട്. ഒരു പോയിന്റിൽ ചിലപ്പം എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്നെങ്കിൽ വേറൊരു വലിയ കമ്പനി വന്ന് ഈ ബിസിനസ്സിനെ അക്വയർ ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് ഓഫറിംഗ്, ഷെയർസ് പബ്ലിക്കിന് കൊടുത്ത് നമ്മളുടെ കയ്യിലുള്ള ഷെയർസ് നമുക്ക് പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു തുക അതിൽ നിന്ന് കിട്ടും. സ്കെയിലബിൾ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ തന്നെ ഒരു ചെറിയൊരു ബിസിനസ് നടത്തുകയാണ്, ഇപ്പൊ ഒരു റെസ്റ്റോറന്റ് നടത്തുകയാണ്. അപ്പം ഈ റെസ്റ്റോറന്റിൽ ചിലപ്പോൾ 50 സീറ്റ് ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഈ 50 സീറ്റിൽ വന്ന് ഇരിക്കാനായിട്ടുള്ള കസ്റ്റമറെ അറ്റ് എ ടൈം അവിടെ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊരു ഹൈലി സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ല. എന്നാൽ നിങ്ങളൊരു സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം തുടങ്ങുകയാണ് എന്ന് കരുതുക. ഈ ഒരു സിറ്റുവേഷനിൽ ആ പ്ലാറ്റ്ഫോം അറ്റ് എ ടൈം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അറ്റ് എ ടൈം 50 അല്ല, ചിലപ്പോൾ 100 അല്ല, ചിലപ്പോൾ 1000 ആൾക്കാർക്കും അറ്റ് എ ടൈം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനെയാണ് ഒരു സ്കെയിലബിൾ ബിസിനസ് എന്ന് പറയുന്നത്. വളരെ ഈസിലി ടെക്നോളജി യൂസ് ചെയ്ത്
ഈ ബിസിനസ് സ്കെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെയാണ് ഓരോ ടെക്നോളജി കമ്പനീസിന്റെയും വാല്യുവേഷൻ വളരെയധികം പെട്ടെന്ന് തന്നെ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ സ്വന്തമായിട്ട് ഒരു സ്കെയിലബിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഇതില് വലിയൊരു റിസ്ക്കും ഉണ്ട്. കാരണം നമുക്ക് തന്നെ അറിയാം 90% അല്ലെങ്കിൽ ഒരു 95% ഓഫ് സ്റ്റാർട്ടപ്സ് ആർ നോട്ട് സക്സസ്ഫുൾ, റൈറ്റ്? അപ്പം സക്സസ്ഫുൾ ആകുന്ന സ്റ്റാർട്ടപ്സ് വളരെ ചെറുതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പെർസെൻറ്റേജ് വളരെ ചെറുതാണ്. അപ്പം ഇത് ഹൈ റിസ്ക് ആൻഡ് ഹൈ റിവാർഡ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ടൊരു ബിസിനസ്, ഒരു സ്കെയിലബിൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് സക്സസിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. ഏഴാമതായി വരുന്നതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആർട്ട് വർക്കുകളാവാം, അല്ലെങ്കിൽ ഒരു പേറ്റൻസ് ആവാം. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ മ്യൂസീഷ്യൻ ആണ്, അപ്പം നമുക്ക് പാട്ട് ഉണ്ടാക്കാൻ അറിയുന്നതാണ്. അപ്പം ഈ പാട്ട് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്. ഈ അസറ്റ് നമുക്ക് പല സ്ട്രീമിംഗ് സൈറ്റ്സിലും നമുക്ക് ഇടാം, അല്ലെങ്കിൽ നമുക്ക് എപ്പിഡമിക് സൗണ്ട് പോലുള്ള പല വെബ്സൈറ്റ്സിലും ഇടുകയാണെങ്കിൽ ആ പാട്ട് കോപ്പിറൈറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാനായിട്ട് ആ പാട്ട് ആൾക്കാര് മേടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യും. അപ്പൊ ഈ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള അസറ്റ്സ് ആണ്. അപ്പൊ നിങ്ങളൊരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ പല ഫോട്ടോസും യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഫോട്ടോസ് നമ്മൾ പിക്സൽസ് ഉള്ള പോലെ അല്ലെങ്കിൽ ഷട്ടർ സ്റ്റോക്ക് എന്ന പോലെ വെബ്സൈറ്റ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് ഇത് യൂസ് ചെയ്യേണ്ട ആൾക്കാർ ആ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യും, അവർ പേ ചെയ്യുന്നതിൽ നിന്നുള്ളൊരു ഷെയർ നമുക്ക് ഇൻകം ആയിട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് മ്യൂസിക്കിലാണെങ്കിലും. പിന്നെ നമുക്കിപ്പോൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഇപ്പം കണ്ടന്റ് ക്രിയേഷൻ പറ്റുകയാണെങ്കിൽ, ഇതെല്ലാം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ആണ്, ഇന്റലക്ച്വൽ അസറ്റ്സ് ആണ്. ഈ അസറ്റ്സിൽ നിന്ന് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ തന്നെയാണ് നമുക്കൊരു പേറ്റന്റ് ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മളൊരു കണ്ടുപിടുത്തം നടത്തി, അതൊരു സോഫ്റ്റ്വെയർ രീതിയിലാവാം, നമ്മൾ കണ്ടുപിടുത്തുന്ന ഒരു ടെക്നോളജി രീതിയിലാവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈൻ ആവാം. അപ്പം ഇതെല്ലാം നമുക്ക് പേറ്റന്റ് അപ്ലൈ ചെയ്ത് നമുക്ക് പേറ്റന്റ് കിട്ടുകയാണെങ്കിൽ ഈ പേറ്റന്റ് യൂസ് ചെയ്ത് നമുക്ക് ലൈസൻസ് ചെയ്ത് നമുക്ക് അതിൽ നിന്നും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വളരെ നല്ലൊരു പേറ്റന്റ് ആണെങ്കിൽ, വളരെ നല്ലൊരു ഡിജിറ്റൽ അസറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്റലക്ച്വൽ അസറ്റ് ആണെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് വരെ നമുക്ക് അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എട്ടാമത്തെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ്. ഇപ്പൊ നമ്മളൊരു കറന്റ് സിറ്റുവേഷനിൽ എല്ലാം വളരെ പെട്ടെന്ന് മാറുന്ന ഒരു സമയമാണിത്, അല്ലെ? ഇപ്പൊ ടെക്നോളജി ആയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ പുതിയ സിസ്റ്റംസ് ആണെങ്കിലും, പുതിയ പ്രോസസ്സസ് ആണെങ്കിലും, എല്ലാം വളരെ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇപ്പോഴത്തെ. അപ്പൊ ഈ ഒരു കറന്റ് സിനാരിയോയില് നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കണം, നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം, പുതിയ സ്കിൽസ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലേ നമ്മൾക്ക് തന്നെ റെലവെന്റ് ആയിട്ട് ഈ ഒരു എക്കണോമിയുടെ ഭാഗമായിട്ട്, ഈ ഒരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മൾ എന്ന അസറ്റിൽ തന്നെ നമ്മൾ നമ്മുടെ ടൈമും നമ്മുടെ പണവും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ സ്കിൽസ് ഗെയിൻ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഇർറിപ്ലേസബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും അധികം സ്കിൽസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ നിന്ന് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം വേറൊരാൾ കാണില്ല നിങ്ങൾ ആ സ്കിൽ സെറ്റ് ഉള്ള ഒരാളായിട്ട്. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സ്കിൽ ഇല്ലെങ്കിൽ നമ്മളെ ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്ത് വേറൊരാളെ ആ സ്ഥലത്തേക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയില് എപ്പോഴും നമ്മൾ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ സ്കിൽസ് ഗെയിൻ ചെയ്യാനും ഒക്കെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ എന്തുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണ്, പണം നമുക്ക് വെറുതെ കയ്യിൽ വെച്ചാൽ പോരെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്തിനാണ് എന്നറിയണമെങ്കിൽ ഈ വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ലേൺ, ബി സ്മാർട്ട് ആൻഡ് ബി ഫിനാൻഷ്യലി ഫ്രീ.